experience. രക്തമ്മ ചേച്ചി വന്നാ? ഓ വന്ന്. അമ്മ റെഡിയാവും ഇപ്പൊ വരും. ഒരുപാട് പേരുണ്ടോ ഭജനക്ക്? 10-25 പേരുണ്ട്. ആണോ? ആണ്. ഒന്ന് വേഗം വരാൻ പറ, സമയം ഒരുപാടായി. ഇപ്പൊ തന്നെ തുടങ്ങിക്കാണോ അവിടെ കുറെ അവളുമാരുണ്ട്, സമയത്തിന് വരികയില്ല. ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്ന നേരത്തിന് വന്ന് കുറെ ഭജന പാടിക്കൂടായിരുന്നാ? അമ്മേ വാ. അല്ല തങ്ക ഇതുവരെ വന്നില്ലേ? അവള് പോയിട്ട് രാവിലെ ചേച്ചി എന്നെ വിളിച്ചായിരുന്നു, ഇപ്പൊ വരും. അല്ല നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമോ? ഞാൻ പോയ അതിനെന്താ ഞാനിരുന്നോളാം, അമ്മ നോക്കും. ചേച്ചി ഏതോ മീറ്റിങ്ങിന് പോയിരിക്ക. അവളെ മെമ്പർ ആയതിനു ശേഷം വീട്ടിൽ ഇരിക്കാൻ നേരമില്ല. അത് പിന്നെ ഒരു സ്ഥാനത്തിരിക്കും, പിന്നെ അങ്ങനെയൊക്കെ ഇല്ലേ? എന്നാ ചെല്ല്, പോയിട്ട് വരട്ടെ. സാരി പോവാ. പോവാ. ചെന്നാലും അവള് ജയിച്ചു കയറി കളഞ്ഞല്ല. മരുമൊക്കെ ജോലിയൊന്നും ആയില്ലേ? പിന്നെ അവള് ഡാൻസ് പഠിപ്പിക്കാൻ പോകുമല്ലേ? ആ വന്നല്ലോ. നിന്റെ കാര്യം പറഞ്ഞോണ്ട് വരുമായിരുന്നു ഞങ്ങള്. എന്നാ എനിക്ക് കുറച്ച് മീറ്റിംഗ് ഉണ്ടായി, അതുകൊണ്ടാ വൈകിയ. കുഴപ്പമില്ല, ഞങ്ങള് പോയിട്ട് വരാം. എന്നാ പോയിട്ട് വാ. അതോ ഇനിയിപ്പോ അവിടെ പോയിട്ട് ഭജനയാണോ അതോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? 8 മണി വരെ നാമം ജപിച്ചോണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ ഭജനയ്ക്ക് അയ്യപ്പൻ കോയിലോട്ട് പോകും. എന്നാ നന്നായി. എന്താ ചായ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ചുക്കാപ്പിയും കടിയുണ്ട്. ആണോ? എന്നാ പോയിട്ട് വാ. മക്കള് കയറിപ്പോ. ആ പതുക്കെ പോണം കേട്ടോ, നടന്നു പൊക്കോളുമല്ലോ. പൊക്കോ. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നല്ലേ? എന്തായി? എന്റെ അമ്മേ, ഞാൻ ഏതാണ്ട് പെട്ടുപോയ പോലെ ഉണ്ട്. ധാരം ചെന്ന് വീണും പോയി. എന്താ ചേച്ചി സുഖല്ലേ? എല്ലാ ദിവസവും രാവിലെ നല്ല സൂപ്പർ സാരിയെ കൊടുത്ത് ഇങ്ങനെ ഒരു ദിവസം ഞാൻ അതങ്ങ് നിർത്തും, നോക്കിക്കോ. എന്തിന്? കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് ശീലായിക്കോളും. തീറ്റച്ചേട്ടൻ പോണുണ്ടല്ലേ ഡെയിലി, അതുപോലെ അങ്ങ് പോകും. അവിടെ ചായയും കടിയൊക്കെ ഉണ്ടെന്ന് ചേച്ചി. ഹലോ, അതെ. അത് കത്തണില്ലേ? കത്തിയതാണല്ലോ. ഓ നോക്കാം കേട്ടാ. ശരി. എന്താ വിളിക്കാം. ഇന്നലെ വരെ തെളിഞ്ഞോണ്ടിരുന്ന ലൈറ്റ് എന്നിപ്പോ കത്തണില്ലാന്ന്, വഴിവിളക്ക്. നീ അതിന് ഞാൻ പോണം. ചേച്ചിക്ക് ഇലക്ട്രിസിറ്റിയിലല്ല ജോലി എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മെമ്പർ വേണം അതിനകത്തൊക്കെ ഇടപെടാൻ. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അമ്മയുടെ അടുത്ത് പോയിരുന്ന 2 നാമമെങ്കിലും ജപിക്കായിരുന്നു. ഓ, ഞാൻ വിചാരിച്ചു ചായയും കടിയും കഴിക്കാനായിരിക്കും. ചേച്ചി സാധാരണ അങ്ങനെയാണല്ലോ പറയാറ്, അതുകൊണ്ടാ വന്നു. അയ്യോടാ, എനിക്ക് ഇച്ചിരി മനസ്സമാധാനം ഇവിടെ കിട്ടുമെന്ന് ഓർത്താ ഞാൻ നടക്കണേ. ചായ ഒന്ന് പറഞ്ഞപ്പോഴേക്ക് ചായ എടുത്താൽ ഇവിടെ ചായ ഇട്ടിട്ടില്ല, ഇടണം. എന്നാ പോയിട്. ചായക്ക് വെള്ളം വെച്ചിട്ട് നമുക്ക് വർത്താനം പറയാം. പാലിരിപ്പുണ്ട്, പാൽ ചായ ഇടട്ടെ? വേണ്ട, കട്ടൻ മതി. എന്നാ ആദ്യം ഇച്ചിരി വെള്ളം തരുമോ? ആ, ക്ലീറ്റോ ചേട്ടൻ 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂ. ആ ചേച്ചി എല്ലാ ദിവസവും പോകുന്നുണ്ട്, കരഞ്ഞു കൂവിയൊക്കെയാ പോണത്. എനിക്ക് തോന്നുന്നു അധികം താമസിയാതെ രാജിവെക്കുമായിരിക്കും ഈ കണക്കിന്. അമ്മ വന്നിട്ടില്ല. അമ്മ ഭയങ്കര നാമജപമല്ലേ. ഇന്നലെ വന്നപ്പോ എന്താണ് 9 മണിയും കണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുന്ന് എല്ലാരും കൂടെ കഥ പറച്ചിലൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആ, എന്ന് വരും അപ്പ? ശരി എന്നാ. എന്റെ പൊന്നെ, പേടിച്ചു പോയി. ഈ ഫോണിൽ നോക്കി ഇങ്ങനെ മതി പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോയ പോലും അറിയത്തില്ലല്ലോ. പിന്നെ എന്നെ അങ്ങനെ എടുത്തോണ്ടൊന്നും പോത്തൊന്നുമില്ല. എന്തോ ഇത്? സബോള. ഇതെവിടുന്ന്? വർഷോപ്പിനായാലും ഉള്ളിയേന്നും പറഞ്ഞില്ല, പെട്ടിവണ്ടിക്കകത്ത് വിളിച്ചോണ്ട് പോയി. വർഷോപ്പ് അങ്ങോട്ട് കഴിഞ്ഞാൽ വണ്ടി കേടായി. ആണാ? പിന്നെ അത് ശരിയാക്കി കൊടുത്തപ്പോ കൂലിക്കേറെ ഉള്ളി മേടിച്ചു. ആ, ചേച്ചി കൊടുത്തില്ലേ? അതെന്ത്? ഭക്ഷണങ്ങൾ മുഴുവൻ ഇങ്ങോട്ടാക്കിയാലോ എന്നൊരാലോചന എന്റെ തലയിൽ ഉദിച്ചിട്ടുണ്ട്.
കാര്യം പുള്ളിക്കാരി ഇപ്പം മെമ്പർ ആയതുകൊണ്ട് തിരക്കാണല്ലോ, സമയത്ത് ആഹാരം കിട്ടത്തില്ല. ഇവിടെ ആകുമ്പോൾ ലില്ലി പെണ്ണ് എപ്പോഴും കേട്ടിട്ട് അവിടെ കൊടുത്തു, പകുതി അവിടെ കൊടുത്തു. അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. ചേച്ചിയല്ലേ. ദേ അമ്മ വന്നു. വന്നല്ലോ ഹരിനാമ സങ്കീർത്തന കോകില വസന്തം. ഇന്നത്തെ കഴിഞ്ഞാ? ഓ അവിടെ പിന്നെ ചായയും പഴംപൊരിയായിരുന്നു. കൊള്ളത്തില്ലായിരുന്ന? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ കടയിരുന്ന ഒരുമാതിരി പഴകിയ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പഴംപൊരി കനച്ച ചൊവയുണ്ടായിരുന്ന? എന്തോ കൊള്ളത്തില്ലായിരുന്നു. ഈ കടക്കാര് ഒരേ എണ്ണയിൽ തന്നെ അതായിരിക്കും. നാളത്തെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ മോളെ? നമുക്ക് ഉണ്ടാക്കാം. അമ്മേ നമുക്ക് നല്ല പഴംപൊരി ഉണ്ടാക്കാം വെളിച്ചെണ്ണയില്. പക്ഷെ വെളിച്ചെണ്ണ ഇരിപ്പില്ല, വാങ്ങിക്കണം. എന്തായാലും മേടിക്കണം പറഞ്ഞാൽ ഞാൻ മേടിച്ചു തരാം. പിന്നെ ഞാനേ നിങ്ങളുടെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്, എന്നിട്ട് ഏറ്റാ മതിയെന്ന് വിചാരിച്ചു. പക്ഷെ നാളെ കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാനങ്ങ് ഏറ്റിട്ട് വന്നു. അത് സാരമില്ല, നമുക്ക് കൊടുക്കാം. നമ്മുടെ ശാരദ ഇല്ലേ, അവളാണ് ഇത് ഏറ്റിരുന്നത്. അവളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം ഇന്നത്തേത്. പക്ഷെ അവളെ മരുമോള് സമ്മതിച്ചില്ല, കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ആരും വീട്ടിൽ വല്ലതും ചെയ്യും, മൊത്തം കടപ്പലാരത്തിന്റെ പരിപാടിയില്ലേ. കാപ്പിയല്ലേ കൊടുക്കേണ്ടത്? അല്ല ചക്കര ഇരിപ്പുണ്ടാ? ചക്കര ഇരിപ്പില്ല, വാങ്ങിക്കണം. അപ്പൊ പഴം, മൈദ, വെളിച്ചെണ്ണ അങ്ങനെ എല്ലാം മേടിക്കണം. ചക്കര, കാപ്പിപ്പൊടി, ചുക്ക്, വെളിച്ചെണ്ണ, പഞ്ചസാര എല്ലാം. പഞ്ചസാര ഇരിപ്പുണ്ട്, അത് വേണ്ട. റൊണാൾഡോ ചേച്ചൻ സവാള വാങ്ങിച്ചു തന്നതാ. തങ്കം എന്തോ ഇങ്ങോട്ടാ. നീ ഇന്ന് എവിടെയെങ്കിലും പോണാ? പോണായിരുന്നു, പക്ഷെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എനിക്ക് വയ്യ നടന്ന്. അല്ല റൊണാൾഡോ എവിടെ? ഇന്ന് സാധനം വാങ്ങിക്കണ്ടേ? ഓ എടാ അമ്മ. അമ്മേ കടയിൽ പോണ്ടേ? പിന്നെ അപ്പം ഏത്തപ്പഴം മേടിക്കണം, ശർക്കര, മൈദാമാവ്, പിന്നെ വെളിച്ചെണ്ണ, ഏലക്കാപ്പൊടി, എല്ലാം കൂടെ ഒരു 10,000 രൂപയ്ക്ക്. കാശൊക്കെ ഞാൻ തരാം. ഇപ്പൊ സാധനം കിട്ടണം. നിനക്ക് തോന്നുമ്പോ കൊണ്ടുവന്നാ പോരാ. ഞാൻ വർഷം പോയിട്ട് ചിലപ്പോ കൊണ്ടുവരാം. ശരി, അത് പോരെ? അത് മതി. എന്തോരൊക്കെ മേടിക്കണം? പിന്നെ ഒരു 7 കിലോ ഒരു 2 കിലോ വെളിച്ചെണ്ണ, 1 കിലോ ശർക്കര, പിന്നെ ചുക്ക്, കാപ്പിപ്പൊടി, അങ്ങനെയുള്ള പൈസയൊക്കെ ഉണ്ടോ? നിന്റെ കയ്യിലുണ്ടോ കാശ്? എന്റെ കയ്യില് ഇപ്പൊ ഇല്ല, പക്ഷെ വരും. പൈസ വരാനുണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. അത് വരാനുള്ളതുകൊണ്ടാ പറഞ്ഞു. അല്ല പഴംപൊരി നീ ഉണ്ടാക്കുവോ? ലില്ലിപ്പണ്ണേറ്റേക്കല്ലേ പഴംപൊരി ഉണ്ടാക്കുന്നത്? അത് അവള് പൊരിച്ചാൽ ആ ഒരു പരുവം കിട്ടത്തില്ല. എവളാകുമ്പോ നല്ലതുപോലെ അറിയാം. അമ്മേ, എന്തിനീ വീട്ടിൽ കിടന്ന് ഈ പാടുപെടുന്നത്? കടയിൽ ഇഷ്ടംപോലെ പഴംപൊരി ഇരിപ്പുണ്ട്, നമുക്ക് അവിടെ നിന്ന് മേടിച്ചാ പോരെ? എടി അത് കൊള്ളാത്തോണ്ടല്ലേ ഇവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞത്. അമ്മ നല്ല കടയിൽ നിന്ന് മേടിക്കാമേ. നല്ല കട നിനക്കിപ്പോ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ഉണ്ടാക്കാം. എന്നാലേ അമ്മേ, കാപ്പി അവളോട് ഉണ്ടാക്കാൻ പറഞ്ഞ. പഴംപൊരി ഇവിടെ ഇട്ട് ലില്ലിപ്പണ്ണ എന്തായാലും ഏറ്റതല്ലേ, കാപ്പി അവളുണ്ടാക്കട്ടെ. ശരി, ഞാൻ പഴംപൊരി ഉണ്ടാക്കാം. ഒരു ബിഗ് ഷോപ്പർ ഉണ്ട്. ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് വാ. എന്നിട്ട് നിനക്ക് പോയില്ലല്ലോ കടയില്? ഇല്ല. എന്നാ പൈസ അമ്മ കൊടുത്തേ. അയ്യോ കാശ് ഞാൻ കൊടുത്തല്ലേ. അല്ല അത് വേണ്ട, അത് തിരിച്ചു കൊടുത്തേക്ക്. ഇത് ഏട്ടൻ പറഞ്ഞ് ഞാൻ കൊടുത്തത് കാശല്ലേ? അതല്ല ഏട്ടൻ പറഞ്ഞ അമ്മേനെ കൊണ്ട് കുടിപ്പിക്കണ്ട, ഏട്ടൻ തന്നോളാം. വേണ്ട, അത് നീ കയ്യിൽ വെച്ചേരാ തൽക്കാലം. വേണ്ടാന്ന് ഇത് കൊടുക്ക്. എന്റെ പൊന്നടി നീ അത് വച്ചേരാ, ഞാൻ കൊടുത്തു കഴിഞ്ഞില്ലേ. പിന്നെ പഴംപൊരി തങ്കം ഉണ്ടാക്കും, നീ കാപ്പി ഉണ്ടാക്കിയാ മതി. അല്ല ചേച്ചിക്ക് എവിടേക്കാ പോകാനുള്ളതല്ലേ? പോണില്ല, വേണ്ടടി ഞാൻ ഉണ്ടാക്കിക്കോളാം. തങ്കച്ചേട്ടത്തി പഴംപൊരിയുടെ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ, അല്ല ഗുമ്മ സ്റ്റൈലായിട്ട് വെടുപ്പായിട്ട് സാധനം ഉണ്ടാക്കും. ഇനിയിപ്പോ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കണ്ട, നീ പോയിട്ട് വാ. എന്നിട്ട് പിന്നെ നീ പറ്റെടുത്തോട്ട് പോയിക്കോ. ഇന്ന് പോകുന്നില്ല, ഇന്ന് ലീവ്. അടുക്കള പഴംപൊരിക്ക് ഒരു അസിസ്റ്റന്റ് കുക്ക്. അയ്യോ എനിക്ക് വേണ്ട. അത് വേണ്ട, ചേച്ചി ഒറ്റയ്ക്ക് അങ്ങോട്ട് ഉണ്ടായിക്കോളും. ഞാൻ പോണു. ഞാൻ പോയിട്ടോട്ടെ. ലില്ലിപ്പണ്ണേ, ഒരു ബിഗ് ഷോപ്പർ ഞാൻ അല്ലാതെ ചുമ്മിക്കൊണ്ട് വരാൻ പടം. ഞാൻ പഴംപൊരി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമായിട്ടുണ്ടാവോ? അവൾക്ക് അതിലൊന്നും ഒരു വിഷമമില്ല. നീ നിന്റെ കാര്യം നോക്ക്. അവളുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കട്ടെ. എടി അത് അവള് ചെയ്ത അതിന്റെ ശരിക്കുള്ള പരുവം കിട്ടത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കൊണ്ടുവരുമ്പോ കൊണ്ട് തന്നാ മതി. ഓ ഓ ഓ ഓ
എക്സ്ക്യൂസ് മീ, ഇവിടെ ഒരു നാടകം പഠിപ്പിക്കുന്ന തമ്പി സാറിന്റെ വീട് ഒന്ന് പറയാമോ? എന്താ കാര്യം? മോക്ക് ഒരു സീരിയലിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബേസ് ഒക്കെ ഒന്ന് പഠിപ്പിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആക്ടിങ്ങിന്റെ ആ. പുള്ളി അവരെ പഠിപ്പിക്കുന്ന ആളാണ്. എന്താ മോടെ പേര്? നീലാംബരി. നീലാംബരിയോ? ഓപ്പോ ഭയങ്കര പേരാണല്ലോ. എത്ര പഠിക്കുന്നേ? 2ല്. 2ലോ? അവനെയൊക്കെ ഭയങ്കര ആഗ്രഹമാണോ? സ്കൂളിൽ പരിപാടിക്കൊക്കെ പങ്കെടുക്കുവോ? ഡാൻസ് ഒക്കെ അറിയാമോ? അതെ, പുള്ളി അങ്ങനെ പലരെയും അവനെയും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ നല്ലൊരു മോളെ പുള്ളിയെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയായ ഒരു കളരി കിട്ടത്തില്ല. എന്താ കാര്യം? പുള്ളി കൃത്യമായിട്ട് ക്ലാസ് തരത്തില്ല. പുള്ളിക്ക് പൈസ മാത്രം. എനിക്ക് നല്ലോണം അറിയാം. ഈ കുഞ്ഞിന്റെ മോൻ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ പറയാം, എന്റെ പരിചയത്തിൽ വേറൊരു നാടക നടനുണ്ട്, തിരുമല കർണൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പുള്ളി കിടുക്കാച്ചിയാണ്. പുള്ളി നാടകം എഴുതും, അഭിനയിക്കും, അഭിനയം പഠിപ്പിക്കും, പിന്നെ ഡബിങ് ഡബ് ചെയ്യും. പുള്ളി കളരി അഭിനയം പഠിപ്പിച്ച എത്ര പേര് ഇപ്പൊ സിനിമ ഉണ്ടെന്നറിയോ? പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോയി ഒരു ഫീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ക്ലാസ് തരും. ഞാൻ അണ്ണ അവിടെ ഉണ്ടോ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓരോ കോള് വന്ന് വീഴുന്ന വഴി. കർണണ്ണ, റൊണാൾഡ്. ആ വണ്ടി ശരിയാ, കഥ അവിടെ വയ്ക്കട്ടെ. പിന്നെ എന്റെ പരിചയത്തിൽ ഒരു മോടെ പേരെന്ന് വരുന്നു നീലാംബരി. നീലാംബരി എന്ന് പറയുന്ന ഒരു കുഞ്ഞ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ കുഞ്ഞിന് സീരിയലിൽ ഒരു അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ കുഞ്ഞിന് ആ ആക്ടിങ്ങിന്റെ ബേസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്റെ കൂടെ ഉണ്ടാള് പോയിടാ. ആ പിന്നെ കിട്ടുന്ന അത് ഞാൻ വിടാം. ഭാഗ്യം, കൊച്ചിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അണ്ണൻ വീട്ടിലുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ടേ തിരുമല ജംഗ്ഷനിൽ ജോസ് ടെക്സ്റ്റൈൽസിന്റെ തൊട്ടുപുറേ വലിയ ജോസ് ടെക്സ്റ്റൈൽസിന് ബോർഡുണ്ട്. അങ്ങോട്ട് ചെല്ലും തൊട്ടുപുറയിലാ കർണണ്ണന്റെ വീട്. അവിടെ ചെന്നിട്ട് റൊണാൾഡ് പറഞ്ഞു പറഞ്ഞു. ആര് പറഞ്ഞു? റൊണാൾഡ്. ഞാൻ റൊണാൾഡ് പറഞ്ഞു വിട്ട നീലാംബരി എന്ന് പറയുമ്പോഴേ കുഞ്ഞിനറിയാം. പിന്നെ പുള്ളി ഇതേപോലെ ഊക്കാളി നടനല്ല. പുള്ളി സിനിമയിലൊക്കെ കുറെ സീരിയലൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ്സിന് 5000 രൂപയാണ് പൈസ. അപ്പൊ ഇന്ന് ചെല്ലുമ്പോ കാലെ തൊട്ട് തൊഴുത് വെറ്റയ്ക്കകത്തൊരു 3001 രൂപ വെച്ച് കൊടുക്കും. പിന്നെ ക്ലാസ് എന്താന്ന് വെച്ചാൽ പറയുമ്പോൾ കൃത്യമായിട്ട് ചെയ്താൽ മതി കേട്ടോ. എല്ലാവിധ അനുഗ്രഹങ്ങളും. സീരിയല് വലിയ താരോ മംഗളം കാണുമ്പോൾ മറക്കുവോ? മംഗളുടെ പേരെന്തായിരുന്നു? അപ്പൊ ഇവിടെ നിന്ന് ഓട്ടോ കിട്ടും. ശരി. ഓ താങ്ക് യു. ചെല്ല്. വലിയ നടിയാട്ടോ. നയൻതാരയുടെ ഊട്ടാവട്ടെ. ശരി. കാരണം ആളെ ഞാൻ വിട്ടിട്ടുണ്ട്. ഇന്ന് അവര് ദക്ഷിണായിട്ട് ഒരു 3001 രൂപ തരും. അതിന് 1500 രൂപ ഗൂഗിൾ പേ ചെയ്യണം. 1000 പാറ്റ് എൻ്റെ അടുത്തോളം ഞാൻ ഇപ്പൊ ബ്ലോക്ക് ചെയ്യും. കൂടുതൽ ചാടയിട്ടാ. ആ പിന്നെ ഓരോ ക്ലാസ്സിനും 5000 പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് അത് കിട്ടിയിരിക്കണം. ഇല്ല ഓക്കെ അണ്ണാ, ശരി. അമ്മ പഴം മേടിക്കാൻ വിട്ട സമയം കൊള്ളാം. ചേച്ചി, ഞാൻ രാവിലെ വന്ന് ചോദിച്ചപ്പോ ചേച്ചി എന്തോ പറഞ്ഞത്? ചേച്ചിക്ക് എങ്ങോട്ടും പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ എടി, ഞാൻ അറിഞ്ഞത് ഇപ്പൊ ഇങ്ങനെ വരുമെന്ന്. ചേച്ചി പോവണ്ട. അത് തന്നെ വേറെ ആരുമില്ലേ പാർട്ടിയിൽ ഒരു റീത്ത് കൊണ്ട് വെക്കാനായിട്ട്? പാർട്ടി മെമ്പർ ഞാനല്ല, പഞ്ചായത്ത് മെമ്പർ ഞാനല്ലേ. മെമ്പറിന് പോകാൻ പറ്റാത്ത സമയം ഉണ്ടാവത്തില്ലേ? അപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞ് എനിക്ക് വയ്യാന്നൊക്കെ. എടാ ചെറുക്ക, അപ്രതീക്ഷിതമായിട്ട് ഒരു പാർട്ടിക്കാരൻ, പഴയ പാർട്ടിക്കാരൻ മരിച്ചുപോയി. അപ്പൊ എനിക്ക് അവിടെ ഇത് റീത്ത് വെക്കാൻ വേണ്ടി ചെല്ലണോന്ന് മെമ്പർ. സാധനങ്ങളൊക്കെ പിടിച്ചോണ്ട് ഒന്നും നടക്കത്തില്ല. എനിക്കാണെങ്കിൽ ഡാൻസ് ക്ലാസ്സിൽ പോണം. ഇവക്ക് ഒരിച്ചിരി കഴിഞ്ഞിട്ട് പോകാൻ പാടില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. പിള്ളേർക്ക് വേറെ അവർക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ വെച്ചേക്കുന്നത്. ഇപ്പൊ വേറെ എന്തെങ്കിലും ആവശ്യം വന്നാ നീ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ആതിരനെ വിളിച്ചു നോക്കുക. ഉത്സവത്തിന് അരങ്ങേറ്റം നടത്തുന്ന പിള്ളേരുടെ റിഹേഴ്സൽ. ഉത്സവത്തിനല്ല, ഇനി കുറെ സമയം. പിള്ളേരെല്ലാരും കൂടെ ആതിര വെച്ച ക്ലാസ് ആണ്. അവർക്ക് എടുക്കാൻ പറ്റാത്തോണ്ടാണ് എന്നോട് പറഞ്ഞത്. ഇത് അതൊന്നും അല്ല. എന്താന്ന് എനിക്കറിയാം. എന്ത്? നിനക്ക് എന്നോട് അസൂയായിട്ടാ. എന്തിനാ അസൂയ? പഴംപൊരി എണ്ണോട് ഉണ്ടാക്കാൻ അമ്മ പറഞ്ഞു, അതുകൊണ്ട്. എന്റെ ദൈവമേ, ഞാൻ സ്വപ്നത്തെ വിചാരിക്കാത്ത കാര്യം പറയരുത് കേട്ടോ ചേച്ചി. പിന്നെ ഇപ്പൊ വേറെ എന്തെങ്കിലും മരിപ്പ് നമുക്ക് വിചാരിച്ച സമയത്ത് വരുവാ. അല്ല, ഞാൻ വിചാരിക്കുന്ന സമയത്താണ് ഒരാൾ മരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ഇവിടെ ഇന്നത്തെ ദിവസം ഇല്ലായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ? ചേച്ചിക്ക് പോകാൻ പറ്റില്ലല്ലോ. എവിടെയാണെങ്കിലും മരണം. ചേച്ചി കുറെ തലകറങ്ങി കിടക്കുവാന്ന് പറ. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞു, എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് വരാൻ പറയുന്നു. ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. നിങ്ങൾ രണ്ടുകൂടെ ഏറ്റുണ്ടല്ലേ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഇത് പോയി ഇത്ര മേടിച്ചോണ്ട് വന്നേ. ഇപ്പൊ അമ്മ അവരോട് എന്ത് ചെയ്യും? എനിക്കും എന്തായാലും നിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ എന്തോ ചെയ്യാം? അരിഞ്ഞ് ചിപ്സ് തുറക്കാം, അത്ര തന്നെ. അല്ലാതെ പിന്നെ ഈ പഴുത്ത കായും കൊണ്ടാണോ ചിപ്സ് അല്ലാതെ എന്ത് ചെയ്യണം? ഇനിയിപ്പോ കടയിൽ നിന്നും എല്ലാം വാങ്ങിക്കാം. ഇത്രയും സാധനം മേടിച്ചിട്ട് എങ്ങനെയാ? എന്നാ പിന്നെ ചേച്ചി ഉണ്ടാക്ക്.
ഞാൻ പറയുന്ന കടയിൽ നിന്ന് കുറച്ച് പഴംപൊരിയും ഉള്ളിവട എല്ലാം മേടിച്ചുകൊണ്ട് കൊടുക്കാതെ പറ്റത്തുള്ള ഇനിയിപ്പം. പക്ഷെ കടയിൽ നിന്ന് വാങ്ങിക്കട്ടാന്ന് വെച്ചിട്ടല്ലേ ഞാൻ ഏറ്റത്. അല്ല ശാരദയുടെ വീട്ടിൽ ഇത് എൻ്റെ ആയിരുന്നു പ്രശ്നം. മരുമോള് സമ്മതിച്ചില്ല. എന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അത് എന്നെ കൊള്ളിച്ച് പറഞ്ഞല്ലേ? അവിടുത്തെ മരുമോളെ പോലെ തന്നെയാണ് ഞാനും വന്നല്ലേ. ഇതിനൊക്കെ കാരണക്കാരി ചേച്ചിയാണ് കേട്ടാ. ഓ പിന്നെ തുത്തുത്ത് എന്ന് അയാള് പറഞ്ഞാല്. മരിച്ചത് എന്നോട് ചോദിച്ചിട്ടാണ് ലില്ലി. പിന്നെ? ആ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് നിർത്തണേ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്തോ വേണമെന്ന്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിൽ അവിടെ ആരെങ്കിലും വാങ്ങിച്ചോളൂ. നിങ്ങൾ രണ്ടും കൂടെ പോവാൻ നോക്കി. ഓ ഒന്നുകൂടെ അത് തീരുമ്പോഴേ നമുക്ക് അടുത്ത സെക്ഷൻ ഇടാം. എന്തായാലും ഇന്നത്തെ പലഹാരം കലക്കി കഴിക്കുന്നവരാണ്ട് ഇങ്ങനെ നാമം ചൊല്ലാൻ പോലും മറന്നുകൊണ്ടിരിക്കും. നല്ല ഒന്നാം തരം നാടൻ ചണ്ടമുറിയുടെ ചൂട് ചുക്ക് കാപ്പി കലക്കി. പിന്നെ 3 ദിവസത്തിന് മുമ്പേ അവിടെയും പഴം പുഴുങ്ങിയതായിരുന്നു. പഴം പുഴുങ്ങിയായിരുന്നു? ആ കൊള്ളായിരുന്നടാ, നന്നായിരുന്നു. അമ്മ ഈ പഴം പുഴുങ്ങിയതാണ് പഴംപൊരിയെക്കാളും എപ്പോഴും നല്ലത്. ഈ പഴംപൊരിക്കകത്ത് എണ്ണക്കകത്ത് ഇടുന്ന് മുങ്ങി വരുന്നേ. ഈ നാമം ചൊല്ലാതിരിക്കുന്ന അമ്മമാർക്ക് അത് കഴിക്കുമ്പോൾ തൊണ്ടയ്ക്ക് കിശുകിശു വരും. അതെ, നാമം പുറത്തോട്ട് വരത്തില്ല. പിന്നെ തങ്കത്തിന്റെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് ലില്ലിക്ക് പിടിക്കാതിരുന്നത്. ഉള്ളത് ഞാൻ പറയാല്ല. അമ്മ അത് പറയേണ്ട ഒരു കാര്യമില്ല. ഓ പിന്നെ എടാ അവൾ ഉണ്ടാക്കിയാൽ കൊള്ളത്തില്ല. അതല്ലേ ഞാൻ തങ്കത്തിന്റെ അടുത്ത് പറഞ്ഞുണ്ടാക്കാം. അവൾക്കാകുമ്പോൾ അതിന്റെ പരുവം നല്ലതുപോലെ അറിയാം. അമ്മക്കൊരു കാര്യം അറിയോ? ഇന്നത്തെ പലഹാര പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞാണ് ഇവിടുത്തെ 2 പെണ്ണുങ്ങളും അങ്ങോട്ട് പോയേക്കുന്നത്. വരുമ്പോ ഈ ചണ്ടമുറി അങ്ങോട്ട് മുറിച്ച് ചൂട് കാപ്പിയുടെ അങ്ങോട്ട് കൊടുത്തിട്ട് പറയണം കഴിക്കണേ പിള്ളേരേത്. ആ ഇതിന്റെ ഇടയിൽ ഗിരിരാജൻ വിളിച്ചിരുന്നു. ആ വിളിച്ചോ? ആ ഇവിടത്തെ സംഭവം നടന്നെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇത് ഞാനിവിടെ വരാം. അവിടെ നമ്മുടെ നാമം നടക്കുന്ന സ്റ്റാളിലൊക്കെ വിതരണം ചെയ്യണമെങ്കിലേ ഒരു കൈ സഹായം. അയ്യോ നീ വരണ്ട, അവിടെ ഇതിനൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അല്ലമ്മ ഇത് തുളുമ്പാതെ ഓട്ടോയിലൊക്കെ കൊണ്ടുപോണ്ടേ. അപ്പൊ ഞാനിവിടെ വരാം. വെള്ളം നിറച്ച് എത്ര അടപ്പെടണം നോക്കി എനിക്ക് പരിപാടി ഒന്നുമില്ല. ആ മതിയല്ല, മതി 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 മതി. പിന്നെ കടയിൽ പോയതിന്റെ ബാക്കി ഒരു ഇച്ചിരി പൈസ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ തരാൻ കേട്ടോ, മറന്നിട്ടില്ല. അയ്യോ അത് നീ വെച്ചേരാ. ശരി. എത്തമ്മോ എത്തമ്മ. അയ്യോ ദേ വരുവാ വരുവാ, ഇതും കൂടെ ഒന്ന് എടുത്തോണ്ട്. പിന്നെ കാപ്പി ചൂടായിരിക്കട്ടെ എന്ന് കരുതിയാണ് അവിടെ തന്നെ വെച്ചിരുന്നത്. വാ, മരുമോളെല്ലാം ഉണ്ടാക്കി തന്നിട്ടാണോ പോയത്? അവൾക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണ്ടേ. പിന്നെ അവളെല്ലാവർക്കും ഒന്ന് ഒതുക്കി തന്നിട്ടൊക്കെ പോയി. ഞാൻ തനിച്ചങ്ങ് ഉണ്ടാക്കി. ഭാഗ്യം. എന്റെ വീട്ടിലെ മരുമോളാണെങ്കിലേ അവളെ മോന്ത കണ്ടാലേ ചോദിക്കാൻ പോലും തോന്നൂല. അല്ല ഇവിടെ ഞാൻ എന്ത് പറയുന്നു അത് മോളും മരുമോളും അനുസരിച്ചേ പറ്റൂ. എന്റെ മോൻ എന്നെ വഴക്ക് പറയും. നാമം ചോദിച്ചോണ്ട് പോയി ഇരിയമ്മ എന്ന് വഴക്ക് പറയും. നല്ല മരുമോളെ കിട്ടാനും ഭാഗ്യം വേണം. എന്തായി? എങ്ങനെ വളർത്തിയ മോനെന്നാ? എന്താണ് പോവാൻ വേണ്ടി വന്നാണോ? ആ എന്താ അമ്മ ചായയും പലഹാരം ഒക്കെ? ഇവിടെ ആർക്കും സമയമില്ലാത്തോണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. എന്നാ ഇനി കടയിൽ നിന്ന് വാങ്ങിക്കണ്ട, അങ്ങനെ ഞാൻ അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. നല്ല ചൂട് വീട്ടിലുണ്ടാക്കണ പഴംപൊരി കാര്യം മുരാന്നിരിക്കുന്നു. ആ അത് നിന്റെ പാർട്ടിക്കാർക്ക് കൊണ്ട് കൊടുത്താൽ മതി. തിന്നൂല്ലേ? വഴി വഴി വഴി. ഇതെന്താടാ? ഇത് ചൂട് കാപ്പിയും പഴം പുഴുങ്ങിയതും. പഴം പുഴുങ്ങിയതോ? ദൈവമേ. ഇത് അപ്പൊ അമ്മയല്ലേ പറഞ്ഞത് ഉണ്ടാക്കണില്ല, കടയിൽ നിന്ന് മേടിക്കാൻ പോവാന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും കേട്ടില്ലല്ലേ? ചെറുക്ക ഞാൻ പഴംപൊരി മേടിച്ചു കൊടുത്തു വിട്ട് അങ്ങോട്ട്. അയ്യോ അപ്പൊ ഈ പഴം പുഴുങ്ങിയത് കാപ്പി ഇപ്പൊ എന്തോ ചെയ്യും? എനിക്ക് അറിഞ്ഞൂടെ, അമ്മയ്ക്ക് ഒരു വാക്ക് പറയാറുന്നില്ല അമ്മ മേടിക്കണ്ടെന്ന്. ഇത് വാങ്ങിക്കണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ തിരക്കല്ലായിരുന്നു. എനിക്ക് വയ്യാഴിക കൊണ്ടാണ്. അല്ലെങ്കിൽ നിന്റെയൊക്കെ പ്രായത്തിൽ ഞാൻ ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് വയ്യാഴിക വന്നു പോയി. എന്നിട്ട് നിങ്ങൾക്ക് വയ്യായിരുന്നല്ലോ, നിങ്ങൾക്ക് ധൃതി. ഇല്ലാത്ത കാശ് മുടക്കി ഞാനത് മേടിച്ചത്. അപ്പൊ തങ്കച്ചേട്ടത്തി അങ്ങനെ മേടിച്ചു കൊടുക്കുന്നുണ്ടോ? ഒന്ന് വിളിച്ച് അങ്ങടുത്ത് പറയണ്ടായിരുന്നു. അമ്മ ഈ വയ്യാത്ത വെച്ചുണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? എന്തോ പറയാനാ. എല്ലാവരും കൂടെ എല്ലാവരും എത്ര പേരുണ്ട്? 10-20 പേരുണ്ടോ? 10-25 രൂപയുണ്ട്. ആ മാറി തിരിച്ചങ്ങ് നിന്നാ മതി. എലിപ്പണ വരുന്നത് കയ്യിലിതെന്ത് പഴം പുഴുങ്ങിയത്. ഏട്ടൻ വിളിച്ചു പറഞ്ഞേ പഴംപൊരി പറയാൻ പറഞ്ഞു അമ്മയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. ഞാൻ പിന്നെ അത് എണ്ണ ആയതുകൊണ്ട് പഴംപൊരി വാങ്ങില്ല. ആ കടയിൽ പഴം പുഴുങ്ങിയത് പറഞ്ഞു. അതാ കാപ്പി പെട്ടെന്ന് ഇടാം. ഈ പഴം പുഴുങ്ങിയത് എന്തോ? ഇതെന്തോ? ഇതിവിടെ ഞങ്ങൾ ഉണ്ടാക്കി.
നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ ഇതൊന്നും പോരാതെ അങ്ങോട്ട് പഴംപൊരി കൊടുത്തു വിട്ടിട്ടുണ്ട്. അതെവിടുന്ന്? തട്ടുകടയിൽ ഞാൻ അവിടുന്ന് മേടിച്ചത്. എന്റെ ദൈവമേ. ഇപ്പൊ എന്റെ ദൈവമേ, അപ്പോഴാർക്കും വയ്യായിരുന്നു. ഇങ്ങോട്ടാണോ അത്? ഇത് കണ്ടിട്ട് ഗിരിരാജൻ മാമൻ കൊടുത്തുവിട്ട പഴം പുഴുങ്ങിയതാണെന്നാ തോന്നുന്നത്. അതെന്തോ അത് പഴം പുഴുങ്ങിയത് ആരെന്ന്? ഇവിടുത്തെ അമ്മ. ഞാൻ പറഞ്ഞില്ലേ? എന്റെ അയ്യപ്പ സ്വാമി, ഞാൻ എന്താ ഈ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്?